ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പം ഇന്നലെ രാവിലെ തന്നെ എണീറ്റിട്ട് നമ്മുടെ പാഷൻ ബോട്ടിൻ്റെ തൈയുടെ അടുത്തോട്ടാണ് പോയത്. ഇന്നലെ ഇതിനെ നട്ട് വയ്ക്കുന്നത് ഞാൻ വീഡിയോയിൽ ഇട്ടിട്ടുണ്ടായിരുന്നു. അത്യാവശ്യം സന്ധ്യയൊക്കെ ആയി കഴിഞ്ഞാണ് നട്ടത്. ഭയങ്കര വെയിലായിരുന്നു, അതുകൊണ്ടാണ്. അത് കഴിഞ്ഞിട്ട് പിന്നെ ഭയങ്കര വെയിലായിരുന്നുകൊണ്ട് തന്നെ സന്ധ്യ കഴിഞ്ഞപ്പോൾ നട്ടു. പിന്നെ എൻ്റെ സംരക്ഷണത്തിൻ്റെ ഭാഗത്തേക്ക് പോയിട്ടില്ലായിരുന്നു. രാവിലെ തന്നെ നല്ല വെയിലാകാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ചെന്നവരെ നനച്ചു കൊടുത്തു. പിന്നെ എന്നായാലും നമ്മൾ പുതുതായിട്ട് ഇങ്ങനെ എടുത്ത് വെച്ചത് കൊണ്ട് ഈ ചൂടൊന്നും റെസിസ്റ്റ് ചെയ്യാനുള്ള പവർ അവർക്കില്ല. അതുകൊണ്ട് പോയി നമ്മൾ കുറച്ച് ഉണക്ക ചൂടൊക്കെ വെട്ടിക്കൊണ്ട് വന്നു. അതിങ്ങനെ ചാരി വെച്ച് കൊടുക്കുകയാണെങ്കിൽ അത്യാവശ്യം അവർക്ക് ചൂട് റെസിസ്റ്റ് ചെയ്യാതെ നിൽക്കാൻ പറ്റും. ഇടയ്ക്ക് വേണേൽ പിന്നെ ഒന്ന് 2 നേരം മസ്റ്റായിട്ടും വെള്ളം ഒഴിക്കണം. പിന്നെ വേണമെങ്കിൽ അതൊരു വാട്ടം തോന്നുകയാണെങ്കിൽ ഉച്ചയ്ക്കൊന്ന് ശ്രദ്ധിക്കുകയാണെങ്കിൽ നമുക്ക് ഉച്ചയ്ക്ക് കൂടെ കുറച്ചിട്ട് വെള്ളം ഒഴിച്ച് കൊടുത്തു കഴിഞ്ഞാൽ പിടിച്ച് നിൽക്കും എന്നുള്ളൊരു രീതിയിലാണ് ഞാൻ ഒഴിച്ചു കൊടുത്തത്. ഏതായാലും എനിക്ക് ലക്കുണ്ടായിരുന്നു കേട്ടോ, കാരണം വൈകുന്നേരം മഴ പെയ്തു. നമ്മുടെ ഇവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മഴയെ പെയ്തിട്ടില്ലായിരുന്നു. ഞാനിത് കുഴിച്ച് വെച്ച പിറ്റേ ദിവസമാണ് കേട്ടോ മഴ പെയ്യുന്നത്. എനിക്ക് തോന്നുന്നു കേരളത്തിൽ എല്ലായിടത്തും മഴ പെയ്തിട്ട് ഏറ്റവും ലാസ്റ്റ് പുള്ളിയുടെ കയ്യിൽ ഇത്തിരി വെള്ളം ഉണ്ടായിരുന്നുകൊണ്ട് നമുക്ക് കൊണ്ട് തന്നതെന്ന് തോന്നുന്നു. അങ്ങനെയായിരുന്നു കേട്ടോ മഴ പെയ്ത്. ഞാൻ ആ ചട്ടിയിലിരിക്കുന്ന 2 തൈയും കൂടെ ഉണ്ട്, അത് വെച്ചില്ല മഴ പെയ്തില്ലെങ്കിലും എന്നോർത്ത്. ഏതായാലും അതിന് ചൂട്ടൊക്കെ വെട്ടി വെച്ചു. വൈകുന്നേരം അതിന് കൊമ്പൊക്കെ കുത്തി കൊടുക്കാം എന്ന് വിചാരിച്ച് രാവിലെ എനിക്കും വെയിൽ കൊള്ളാൻ മടിയായിരുന്നതുകൊണ്ട് ഞാൻ പിന്നെ കൂടുതലൊന്നും ചെയ്തില്ല. നനച്ച് അവർക്കൊരു തണലൊക്കെ വെച്ച് കൊടുത്തിട്ട് പോന്നു. അത് കഴിഞ്ഞിട്ട് വന്നിട്ട് അന്നേരത്തിന് മമ്മി ഇഡ്ഡലി, സാമ്പാർ, ചട്നി എല്ലാം ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. വന്ന് ഫുഡൊക്കെ കഴിച്ചു. ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞ് പഠിക്കാനിരുന്നു കേട്ടോ. ഞാൻ ആദ്യം തന്നെ നമ്മുടെ തൊഴിൽ വിദ്യയുടെ മോക്ക് ടെസ്റ്റാണ് അറ്റൻഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. എനിക്ക് തോന്നുന്നു അതിൻ്റെ ഒരു മോക്ക് ടെസ്റ്റ് അറ്റൻഡ് ചെയ്യുമ്പോൾ ഇപ്പം അതിലും കുറച്ച് ഗ്രേഡ് കൂടിയ ക്വസ്റ്റ്യൻസൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പം നമുക്കൊരു ഗ്രിപ്പ് കിട്ടാൻ ഹെൽപ്പായിരിക്കുമെന്ന് വിചാരിച്ച് ഞാൻ മോക്ക് ടെസ്റ്റ് അറ്റൻഡ് ചെയ്യുകയാണ്. കാരണം എനിക്കത് ഇതുവരെ പഠിച്ചു വന്ന ഒരു സമ്പ്രദായത്തിൽ ഒട്ടും തന്നെ ഇല്ലായിരുന്നു. കാരണം വെച്ചാൽ എല്ലാവരും പിന്നെ മോക്ക് ടെസ്റ്റ് കൂടുതൽ സ്പീഡ് കൂടാനും ബബിൾ ചെയ്യാനും അങ്ങനെയൊക്കെയുള്ള ഉപയോഗങ്ങൾക്ക് എനിക്ക് മോക്ക് ടെസ്റ്റ് വേണ്ട. അതൊക്കെ എനിക്ക് ഓക്കെയാണ്. പിന്നെ സ്വാഭാവികമായി ഏത് പരീക്ഷയ്ക്ക് പണ്ട് മുതലേ ഞാൻ പോയാലും എനിക്ക് സമയം തികയുക എന്നൊരു പറഞ്ഞ പരിപാടിയില്ല. അപ്പോൾ അതുകൊണ്ട് അത് മോക്ക് ടെസ്റ്റ് എഴുതി പ്രാക്ടീസ് ചെയ്താലും പരിഹരിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. പക്ഷെ അതുകൊണ്ടല്ല കേട്ടോ, നമുക്ക് കൂടുതൽ പുതിയ ക്വസ്റ്റ്യൻസ് പരിചയപ്പെടാനും നമ്മൾ സെയിം ടോപ്പിക്ക് റാൻഫൈലിൽ നിന്ന് NCERT നിന്നൊക്കെ പഠിച്ചുകൊണ്ടിരിക്കുമ്പം നമ്മൾ ആ ഒരു യൂഷ്വൽ പാറ്റേൺ പഠിച്ച് കഴിഞ്ഞതുകൊണ്ട് തന്നെ കുറച്ച് പുതിയ പുതിയ രീതിയിൽ പഠിക്കാവണം എന്നെനിക്ക് തോന്നി. ഇപ്രാവശ്യം തൊഴിൽ വാർത്തയുടെയൊക്കെ ആ ഒരു രീതി യൂസ്ഫുള്ളാവുന്ന രീതിയിൽ തന്നെയാണ് എനിക്ക് മോക്ക് ടെസ്റ്റ് തോന്നിയത്. അപ്പോൾ അതുകൊണ്ട് അത് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പിന്നെ ഇതിൽ ബബിൾ ചെയ്യാനുള്ള പേജസ് നിങ്ങൾക്കറിയാം, എല്ലാവർക്കും തന്നെ അറിയാം, കൊടുത്തിട്ടുണ്ടാവും. ഞാൻ പക്ഷേ അതിലൊരിക്കലും OMR ഷീറ്റ് കൊടുത്തിരിക്കുന്ന പോലെ ബബിൾസി മാർക്ക് ചെയ്യാറില്ല കേട്ടോ. സോറി, ബബിൾസിൽ അങ്ങനെ മാർക്ക് ചെയ്യാറില്ല. കാരണം പിന്നെ എനിക്കത് നോക്കുമ്പം എനിക്കതെന്തോ ഒരു ഇറിറ്റേഷൻ പോലെ തോന്നും. അതുകൊണ്ട് ഞാനെപ്പോഴും ഒരു പേപ്പർ സൈഡിലെടുത്ത് വെച്ചിട്ട് അതിൽ മാർക്ക് ചെയ്ത് പോവുകയാണ് ചെയ്തത്. അങ്ങനെ അതൊക്കെ കഴിഞ്ഞിട്ട് വന്ന് മാത്സിൻ്റെ നമ്പേഴ്സ് എന്നുള്ള ടോപ്പിക്കാണ് കേട്ടോ പഠിക്കുന്നത്. അത് ജോൺ സാറ് നിങ്ങൾക്ക് യൂട്യൂബിൽ നോക്കിയാൽ അറിയാം, എൻ്റെ ചാനലിൽ നോക്കിയാൽ അറിയാം. 2 പാർട്ട് വീഡിയോ ആയിട്ടാണ് ഇട്ടിരിക്കുന്നത്. എനിക്ക് തോന്നുന്നു രണ്ടും കൂടെ കൂട്ടി ഒരു 2.5 1 3.5 4 മണിക്കൂറോളം കാണും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒറ്റ ദിവസം കൊണ്ട് അത് തീരത്തില്ല. പിന്നെ എനിക്കൊരു ഫ്ലുവൻ്റ് ആയിട്ടുള്ളൊരു പോർഷനല്ല നമ്പേഴ്സ് എന്നുള്ളത്. നമ്മുടെ സിലബസിൽ തന്നെ ആദ്യത്തെ പോർഷനാണ് സംഖ്യകളും അടിസ്ഥാന ക്രിയകളും എന്നുള്ള പോർഷൻസ്. സോ അത് ഇമ്പോർട്ടൻ്റ് ആണ്. ഒരുപാട് ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുള്ള ഏരിയയാണ്. എനിക്കിപ്പോൾ ക്ലോക്കും പെർസെൻറ്റേജും അങ്ങനെയുള്ള പോർഷൻസൊക്കെ കുറച്ചുകൂടെ ഈസിയാണ്. അത് വെച്ച് നോക്കുമ്പോൾ എനിക്ക് നമ്പേഴ്സ് ഭയങ്കരമായിട്ടുള്ളൊരു പോർഷനാണ്. അതുകൊണ്ട് തന്നെ കുറച്ച് കൂടുതൽ ഇപ്പോൾ 2 3 ദിവസം എടുത്താലും അതൊന്ന് പഠിച്ചു തീർക്കുക എന്നുള്ളതാണ് ടാർഗറ്റ്. അത്രയും നീളുന്നുള്ളൂ ക്ലാസ് ഇതായതുകൊണ്ട് തന്നെ നല്ല ടൈം എടുത്തു. പിന്നെ ഞാനിത് നേരത്തെ പറഞ്ഞിട്ടുണ്ടല്ലോ, ക്വസ്റ്റ്യൻസ് 1 സൈഡും ആൻസർ 1 സൈഡും ആയിട്ടാണ് എഴുതുന്നത്. അപ്പോൾ അത് കൂടുതൽ യൂസ്ഫുള്ളായിരിക്കും. മുന്നോട്ട് നമുക്ക് റിവിഷൻ ചെയ്യുമ്പോഴും കാര്യങ്ങളിലൊക്കെ യൂസ്ഫുള്ളായിരിക്കും എന്ന് വിചാരിച്ചിട്ട് അങ്ങനെയാണ് ചെയ്തത്. നമ്മുടെ മോക്ക് ടെസ്റ്റും മാത്സിൻ്റെ ക്ലാസ്സും കഴിഞ്ഞപ്പോൾ തന്നെ ഉച്ചയായി കേട്ടോ. എനിക്ക് തോന്നുന്നു ഉച്ച കഴിഞ്ഞ് കുറച്ച് നേരം കൂടെ എടുത്തു മാത്സിൻ്റെ ക്ലാസ്. അത് പിന്നെ ഞാൻ ഇട്ടിട്ടില്ല. അപ്പോൾ അങ്ങനെ മാത്സിൻ്റെ ക്ലാസ് അറ്റൻഡ് ചെയ്തു. യൂട്യൂബിൽ എനിക്ക് ഈ കൊറോണ ടൈം ഒരുപാട് യൂട്യൂബ് ചാനൽസും കാര്യങ്ങളും ഒക്കെ
പൊങ്ങി വന്ന ഒരു സമയമാണ്. എനിക്കെപ്പോഴും എന്താ പറയുക, എനിക്ക് നല്ല മാത്സിൻ്റെ സാറിൻ്റെ ക്ലാസ് ഫോളോ ചെയ്യുന്ന എല്ലാവർക്കും അറിയാം. അങ്ങനെയുള്ള ചാനലുകളൊക്കെ നിന്ന് പോയാലും സാറിൻ്റെ ചാനൽ ഇപ്പോഴും നമുക്ക് വേണ്ടി ഭയങ്കര ഡെഡിക്കേറ്റഡായിട്ട് എല്ലാ എക്സാമിനെയും വരുമ്പം അതിൻ്റേതായ രീതിയിലുള്ള കണ്ടൻസും കാര്യങ്ങളും ഒക്കെ ചെയ്തു തരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇന്നും ഏറ്റവും ഫേവറേറ്റായിട്ട് നിൽക്കുന്ന ഒരു ചാനലും നമുക്ക് പഠിക്കുന്ന കാര്യത്തിൽ എസ്പെഷ്യലി മാത്സിൻ്റെ കാര്യത്തിൽ എല്ലാവർക്കും ടഫായിരിക്കും. അങ്ങനെയൊക്കെയുള്ള സമയത്ത് നമ്മളെ ഭയങ്കരമായിട്ട് ഹെൽപ്പ് ചെയ്യുന്ന ഒരു ചാനലാണ് കേട്ടോ. പ്രൊമോഷനും കാര്യങ്ങളൊന്നുമല്ല, എല്ലാവർക്കും അറിയാം. എനിക്കും സാറിൻ്റെ ഓരോ ചാനൽസൊക്കെ പഠിക്കാനായിട്ട് ഏതാ ബെസ്റ്റ് എന്ന് ഫേസ്ബുക്കിൽ നിന്ന് മറ്റൊരു പോസ്റ്റിനടിയിൽ നിന്നാണ് സാറിൻ്റെ ചാനൽ ഇങ്ങനെ കാണുന്നത്. അപ്പോൾ എനിക്ക് വലിയ എക്സ്പെക്റ്റേഷനൊന്നും ഇല്ലായിരുന്നു. ശരി, പോയി കണ്ടു നോക്കാമെന്ന് വിചാരിച്ച് വെറുതെ ഒരൊറ്റ ക്ലാസ് കണ്ടതാണ്. പിന്നെ ഇത്രയും വർഷമായിട്ട് ഞാൻ അതിന് അഡിക്റ്റായത്. എനിക്ക് തോന്നുന്നു ഞാൻ ഓൺലൈൻ ക്ലാസ് സൈലത്തിൻ്റെ എടുത്തിട്ടുണ്ടെന്ന് ഞാൻ പറഞ്ഞായിരുന്നു. എനിക്ക് തോന്നുന്നു മൻസൂർ അലി സാറിൻ്റെ കണക്കിൽ കൂടുതലും ഞാൻ സൈലത്തിലേക്ക് അട്രാക്റ്റ് ആയ ഒരു സംഭവം ജനൻ സാർ അവിടെ പ്ലാറ്റ്ഫോമിൽ പഠിപ്പിക്കുന്നുണ്ട് എന്നതുകൊണ്ടാണ് ഞാൻ അങ്ങോട്ട് പോയ ഒരാളാണ്. അങ്ങനെ മാത്സിൻ്റെ പോർഷൻസൊക്കെ കംപ്ലീറ്റ് ചെയ്തു. അത് കഴിഞ്ഞിട്ട് ഞാൻ ഫുഡ് കഴിക്കാനാവട്ടെ പോയത്. ആ വീഡിയോ കുറച്ച് കൂടുതലെടുത്തെന്ന് തോന്നുന്നു. ഉച്ച കഴിഞ്ഞത്തതും എല്ലാം കൂടെ കൂടുതൽ വന്നു. സോറി, ക്ഷമിക്കുക. അത് കഴിഞ്ഞിട്ട് ഞാൻ ഉച്ച കഴിഞ്ഞ് ഫുഡൊക്കെ കഴിച്ചു. എനിക്ക് തോന്നുന്നു ഒരിത്തിരി തീരാതെ വെച്ചിട്ടായിരുന്നു ഞാൻ മാത്സിന് പഠിച്ചത്. അത് കഴിഞ്ഞിട്ട് അതുകൂടെ കംപ്ലീറ്റ് ചെയ്തു. ഫുഡിന് നല്ല കട്ട തൈരും മാങ്ങാച്ചാറും പപ്പടവും അവിയലുമായിരുന്നു. എനിക്കെപ്പോഴും നമ്മുടെ തൈര് വേണമെന്നില്ല, മോര്, തൈര് എന്തായാലും കുഴപ്പമില്ല. അവിയലും ദ ബെസ്റ്റ് കോമ്പിനേഷനാണ് കേട്ടോ. എല്ലാവർക്കും ഒന്നും അറിയത്തില്ല, എനിക്ക് ചോറിൻ്റെ കൂടെ 1-2 കറികൾ ഭയങ്കര കോമ്പിനേഷനായിട്ട് കഴിച്ചാൽ എപ്പോഴും ഭയങ്കര ടേസ്റ്റ് തോന്നുന്ന സംഭവമാണ്. അതൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ വന്ന് കിടന്നുറങ്ങി. അപ്പോഴാണ് ഭയങ്കര കാറ്റും ബഹളവും എല്ലാം. നോക്കിയപ്പോൾ ഒടുക്കത്തെ മഴ. 2 ട്രിപ്പായിട്ട് പെട്ടെന്ന് പെയ്തു. സോറി, അങ്ങനെ പറയാൻ പാടില്ല ഒടുക്കത്തെ മഴയെന്ന്. കാരണം പൊരിഞ്ഞിരുന്നിട്ട് ഞങ്ങൾക്ക് ആദ്യമായിട്ട് കിട്ടുന്നൊരു മഴയാണ്. നന്നായിട്ട് തന്നെ പെയ്തു. അതുകൊണ്ട് തന്നെ ഭയങ്കര നമുക്കൊരു ചേഞ്ച് തോന്നി. ചില ഇലകളെല്ലാം നനഞ്ഞ് ക്ലീനായി അടിപൊളിയായിട്ടിരുന്നു. അത് കഴിഞ്ഞിട്ട് ഞാനിവിടെ നമ്മുടെ ഇല്ലിയുടെ മുള നിൽപ്പുണ്ട്. അതിനൊരു ചെറിയ കമ്പ് വെട്ടിക്കൊണ്ട് വന്നിട്ട് നമ്മൾ മുകളിൽ ചെറിയൊരു കോവൽ കിടപ്പുണ്ട് വീട്ടിൽ. ആ കോവലിൻ്റെ പന്തലിൻ്റെ എക്സ്റ്റൻഷനായിട്ട് കുറച്ച് സ്ഥലം കോവൽ പടരാതെ ഉണ്ട് കേട്ടോ. ആ ഒരു സ്ഥലത്തേക്ക് നമുക്കിവരെ കെട്ടിക്കൊടുക്കണം എന്നാണ് ഒരാഗ്രഹം. കയറ്റി വിടണമെന്നാണ് ഒരാഗ്രഹം. അതുകൊണ്ട് ഞാൻ മുളയുടെ കമ്പാകുമ്പോൾ നമുക്ക് ആവശ്യത്തിന് ലെന്തി വെട്ടിയെടുക്കാവുന്നതുകൊണ്ട് ഞാനത് വെട്ടിയെടുത്ത് ആ തട്ടയിലേക്ക് മുട്ടിച്ച് വെച്ച് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഞാനതിൻ്റെ വള്ളി വീശാൻ തുടങ്ങിയ കമ്പുകളൊക്കെ ഇനി അവർക്കത് കയറി ചുറ്റാൻ ബുദ്ധിമുട്ടായിരിക്കുമെന്ന് എനിക്ക് തോന്നിയിട്ട് പതുക്കെ ഞാനതിലിങ്ങനെ ചുറ്റിയൊക്കെ സെറ്റ് ചെയ്ത് വെച്ച് കൊടുത്തു. രണ്ടാമത്തെ കൊമ്പ് എനിക്ക് അത്ര വലുത് കിട്ടിയില്ല. എനിക്കത് വെട്ടാവുന്ന ഹൈറ്റിൽ കൂടുതലായിരുന്നു. അതുകൊണ്ട് പിന്നെ ഞാൻ ചെറിയ എൻ്റെ ചില്ലക്കമ്പുകളൊക്കെ വെച്ച് കെട്ടി അതിന് കയറാനുള്ള സെറ്റപ്പൊക്കെ ചെയ്ത് കൊടുത്തു. മഴയൊക്കെ പെയ്താണെങ്കിൽ ഞാൻ തിരിച്ച് ചൂട്ടങ്ങോട്ട് വെച്ച് കൊടുത്തു. കാരണം വെച്ച് കഴിഞ്ഞാൽ നാളെ രാവിലെ പഴയ പോലെ വെയിലായിരിക്കുമല്ലോ. അതുകൊണ്ട് അത് കഴിഞ്ഞ് വന്നിട്ട് ജസ്റ്റ് പ്രേയറൊക്കെ കുളിച്ചു, ഫ്രഷായി വന്ന് ജസ്റ്റ് പ്രേയറൊക്കെ കഴിഞ്ഞു. പിന്നെ നമ്മുടെ കൊഴുക്കട്ട, ഇല്ലെങ്കിൽ ഞങ്ങളിവിടെ നിന്ന് നാടൻ ഭാഷയിൽ ഉണ്ടെന്നും പറയും, അതായിരുന്നു വൈകുന്നേരം. അത് കഴിച്ചു. പിന്നെ ചോറ് കാര്യങ്ങളൊന്നും കഴിച്ചില്ല കേട്ടോ. അതൊരു 3 കഴിച്ചാൽ എനിക്ക് വിശക്കാറില്ല. പിന്നെ ചോറ് രാത്രിയിൽ സ്കിപ്പ് ചെയ്യുന്നത് കൊണ്ട് അതാണ് കഴിച്ചത്. പിന്നെ വന്നിട്ട് ഞാൻ ഹിസ്റ്ററിയാണ് പോർഷൻസ് നോക്കിയത്. ഹിസ്റ്ററി പോർഷൻസ് നമ്മുടെ തിരുവിതാംകൂർ രാജാക്കന്മാരും പിന്നെ അതിൻ്റെ ഒരു ബേസിക്കായിട്ട് ആദ്യം നമ്മുടെ ചേരന്മാർ, ചോളന്മാർ, അവരുടെ സാമ്രാജ്യം, ആ ഒരു സംഭവം അവർ എങ്ങനെ തിരുവിതാംകൂർ രാജ്യത്തിലേക്ക് വന്നു എന്നുള്ള സംഭവങ്ങളൊക്കെ സൈലത്തിൻ്റെ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം അത് കൂടുതലും ആൻഫൈൽഡൊന്നും ഞാൻ കണ്ടിട്ടില്ല. അതുകൊണ്ട് കുറച്ച് നോട്ട്സായിട്ട് ഞാൻ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു. അതൊക്കെ വായിച്ച് പിന്നെ നമ്മുടെ തിരുവിതാംകൂർ രാജാക്കന്മാർ 1-2 പേരെയൊക്കെ നോക്കി ബേസിക്കായിട്ടെല്ലാം ഒന്ന് ഞാൻ അത്യാവശ്യം പഠിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു. നമുക്കറിയാം മാർക്കർ കൊണ്ട് വരച്ച് വെച്ചിരിക്കുന്നതുകൊണ്ട് തന്നെ പോർഷൻസ് ഞാൻ ഓടിച്ച് നോക്കിയത്. പിന്നെ കൂടുതൽ എന്തെങ്കിലും വേണമെങ്കിൽ തൊഴിൽ വാർത്ത അടുത്ത് റെഫർ ചെയ്ത് പോകുമ്പം വന്നോളും. തൊഴിൽ വാർത്തയും തൊഴിൽ വേദിയിലും എല്ലാം NCERT SCERT ബേസ് ചെയ്ത് പോകുന്നത് കൊണ്ട് അത് വന്നോളൂ എന്നുള്ളതുകൊണ്ട് ഞാനതാണ് പഠിച്ചത്. പിന്നെ ഹിസ്റ്ററി, പിന്നെ ഞാൻ
ഹിസ്റ്ററി ആണെന്ന് അന്ന് കുറച്ച് ഹിസ്റ്ററിയുടെ ഏരിയാസാണ് കേട്ടോ കൂടുതലും നോക്കിയത്. അത് കഴിഞ്ഞിട്ട് ഞാൻ പിന്നെ നമ്മുടെ പരിസ്ഥിതി പ്രക്ഷോഭങ്ങൾ എന്ന് പറയുന്ന ടോപ്പിക്കാണ് നോക്കിയത്. അതിനകത്ത് പരിസ്ഥിതിയുടെ ബാക്കി കണ്ടൻറ്റ് നോക്കിയില്ല. നമ്മുടെ ചിപ്കോ മൂവ്മെൻറ്റ്, അപ്പിക്കോ മൂവ്മെൻറ്റ്, പിന്നെ എന്താ നമ്മുടെ സൈലൻറ്റ് വാലിയുടെ പ്രക്ഷോഭങ്ങൾ, മുത്തങ്ങ സമരം, അങ്ങനെയുള്ള കുറേ പരിസ്ഥിതി റിലേറ്റഡ് ആയിട്ടുള്ള കുറച്ച് മൂവ്മെൻറ്റ്സ് ഉണ്ടല്ലോ നമ്മുടെ, ആ ഒരു പോർഷൻസൊക്കെയാണ് പഠിച്ചത്. അതോടുകൂടി ഞാൻ പഠിത്തം നിർത്തി കേട്ടോ. വേറെ കൂടുതലൊന്നും പഠിച്ചില്ല. പിന്നെ അത്രയേ പഠിച്ചുള്ളൂ എനിക്ക് തോന്നുന്നു. അതുകൊണ്ട് ഞാൻ വീഡിയോ എടുക്കാൻ മറന്നുപോയെന്ന് എനിക്കറിയത്തില്ല കേട്ടോ. അതിനിടയ്ക്ക് എന്തോ ഓർക്കം വരികയൊക്കെ ചെയ്തു. അപ്പോൾ ഞാൻ കൊണ്ടുവന്ന് എന്തോ ഒരു സ്നാക്സൊക്കെ കടിച്ച് കുറിക്കുന്നുണ്ട്. 1-2 ഇല്ല കേട്ടോ. അധികം രാത്രി സ്നാക്സ് കഴിക്കണ്ടെന്ന് വിചാരിച്ചിട്ട് കുറച്ചൊക്കെ കഴിച്ചു. അതൊക്കെ പഠിത്തത്തിനിടയിൽ ഇങ്ങനെ നടക്കും. പണ്ട് മുതലേ ഇങ്ങനെയൊരു ഇടയ്ക്കൊക്കെ എല്ലാവർക്കും ഉള്ളൊരു ശീലമായിരിക്കും. അതൊക്കെ കഴിഞ്ഞ് പഠിത്തമൊക്കെ കഴിഞ്ഞു. അപ്പോൾ ഗുഡ് നൈറ്റ്.